പോയാരും എന്തായി? പോയാരും എന്താ? ആരാ പോയെ? ഞാൻ പോയാരും പറയടാ. എടാ സെറ്റാ കളിയാ, ജംഗ്ഷനിൽ തന്നെ നല്ല സൂപ്പർ കട. അതിന്റെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എടാ നല്ല സൗകര്യങ്ങളുണ്ടളിയാ. കാര്യം എന്ന് പറഞ്ഞാ പുത്തൻ പുതിയ കടയാണ്. നമ്മളായിരിക്കും ആദ്യമേ വിളക്ക് എത്തിച്ച് അവിടെ കയറാൻ പോകുന്നത്. എടാ നീ മൊബൈൽ ഷോപ്പാണ് തുടങ്ങാൻ പോകുന്ന കാര്യം അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നോ? ഞാൻ മുതലാളിയുടെ അടുത്ത് പറഞ്ഞു. എന്ത് പറഞ്ഞു? കാര്യം രാവിലെ തന്നെ ഏതോ പച്ചക്കറി കടക്കാരൻ വന്നിട്ടേ കട തുടങ്ങണമെന്നും പറഞ്ഞ് അങ്ങേരത്ത് പറഞ്ഞു. അപ്പൊ അങ്ങേര് പറഞ്ഞു വൈകിട്ട് വരാൻ പറഞ്ഞു. അപ്പോഴായിരുന്നു എന്റെ എൻട്രി. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ മൊബൈൽ കടയാണല്ലോ. അപ്പൊ പുള്ളി ഭയങ്കര സന്തോഷം. കാര്യം നമ്മൾ ഇച്ചിരി മൊബൈൽ കടയാക്കാൻ വെച്ചിട്ട് വൃത്തിയൊക്കെ ഉണ്ടാവുമല്ലോ. പുള്ളി ഹാപ്പി. അതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണത്തില്ല. പിന്നെ സൂപ്പർ ആണല്ലോ. എത്ര സ്ക്വയർ ഫീറ്റ്? എടാ സ്ക്വയർ ഫീറ്റ് ഒരു 120 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. അത്യാവശ്യം സൂപ്പർ സ്പേസ് ആളിയാ. 120 ഓക്കെയാ. പിന്നെ അളിയാ ഇത് പച്ച പിടിച്ചു കഴിഞ്ഞാ 120 നമ്മള് 200 സ്ക്വയർ ഫീറ്റ്, പിന്നെ 500, പിന്നെ 1000, പിന്നെ ഒരു മാള്. എടാ നീ എങ്ങനെയെങ്കിലും പച്ച പിടിച്ച് കണ്ടാ മതി കളിയെ. എടാ ഇതില് ഞാൻ കേറുള്ളേ, നീ നോക്കിക്കോ. കേറണം. ഇതെന്ന് ഒരെണ്ണം തുടങ്ങി അടുത്ത് തുടങ്ങി ഇതൊരു ചെയിൻ ഓഫ് ബിസിനസ് ആക്കി ഞാൻ എന്നിട്ട് അതിന് ടോപ്പ് അവിടെ. അതെ പിന്നെ ഒരു 100 രൂപ താളിയാ എണ്ണ അടിക്കാൻ അളിയാ. എടാ നീ ഇങ്ങനെ ഇച്ചിത്തരം പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വരല്ലേ അളിയാ. നിന്റെ 100 രൂപ ഉണ്ടാവുമല്ലോ, നീ എടുത്ത് അടിച്ചങ്ങോട്ട്. ഇല്ലാത്തോണ്ടല്ലേ ഞാൻ പറയുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആദ്യത്തെ ഇൻഷ്യൽ അടവ് നീ തന്നെ അടക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ പോയി അയാളെ മീറ്റ് ചെയ്യണം. ഇൻഷ്യൽ അടവെന്ന് ഉദ്ദേശിച്ച നീ എന്താ? നമുക്ക് അഡ്വാൻസ് ടോക്കൺ മേടിക്കണ്ടേ ബിൽഡിങ്ങിന്റെ? അത് ഇന്ന് ചെയ്യണോ? ഇന്ന് ചെയ്യണം. അയ്യോ അല്ല നീ ടെൻഷൻ ആവണ്ട. മേഡത്തിന്റെ അടുത്ത് ചോദിച്ചു, അമ്മയടുത്ത് ചോദിച്ചു. അമ്മയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാ കുഴപ്പമില്ലല്ലയാ. നിനക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ സുരഭി വെച്ചൊന്ന് പ്ലേ ചെയ്തു. എടാ ബിസിനസിന് നല്ല വശം മാത്രം പറഞ്ഞാൽ മതി, അപ്പൊ അമ്മ സമ്മതിക്കും. ഞാനല്ലേ ബിസിനസിന്റെ നല്ല സൈഡുകൾ പറയുന്നുള്ളൂ. ആണല്ലേ? കോൺഫിഡൻസ് അതൊന്നും കുഴപ്പമില്ല. നീ ഒരു കാര്യം ചെയ്യ്, കേറ്. നമുക്ക് മുതലാളി ഒന്ന് കാണണം കടയുടെ. കേറിപ്പ. എണ്ണ അടിക്കണ കളിയാ 100 രൂപയ്ക്ക്. നോക്കാന്നോ? എവിടെ കൊണ്ട് ഞാൻ തപ്പാനാണ്? ഇവിടെ എങ്ങും ഇല്ലേ? എങ്കിൽ ഞാന് അണ്ണ പറ അണ്ണ, അണ്ണൻ എവിടെ പോയത്? പറയാതെ പോയെന്തിന്? ആണാ? എന്തോന്ന് കാര്യം? ഇങ്ങനെയൊക്കെ ഫോണിൽ കൂടെ പറഞ്ഞ എനിക്ക് മനസ്സിലാവൂല അണ്ണാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അണ്ണ നേരിട്ട് വന്ന് സംസാരിക്കാം. വാ, ഞാൻ ആരും പറയൂല. എന്തായാലും ഞാൻ ലക്ഷ്മി ചെയ്ത് പറയൂല. പോരെ? ഓ ശരി. വാ. അതെ, അവിടെ എന്തോന്ന്? അതെ, പിങ്കി മോളുടെ ജോമെട്രി ബോക്സ് കാണാനില്ല. അവൾ ഇന്നലെ രാത്രി ഇവിടെ എങ്ങാണ്ട് ഇരുന്നിട്ടാണോ വരയ്ക്കോ കുറിക്കോ എന്തോ ചെയ്തത്? അതിപ്പോ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ ഫോണിൽ സംസാരിച്ചത് ചേച്ചി കേട്ടായിരുന്നാ? കേട്ടു. അപ്പൊ കേട്ടില്ല? ഇല്ല. അതിന് നീ ഇപ്പൊ ഇവിടെ വന്ന് എന്റെ ചേച്ചി എന്തിവിടെ ചോദിക്കുമ്പോഴാണ് നീ ഇവിടെ അറിയുന്നത് തന്നെ. ഞാന് അതെ, ഒരാളുടെ മുറിയിൽ കയറി വരുമ്പോ ഒന്നെങ്കിൽ ഡോറ് മുട്ടണം, അല്ലെങ്കിൽ വിളിച്ചിട്ട് വരണം. അതാണ് മര്യാദ എന്ന് പറയുന്നത്. ഓ അതാണല്ലേ മര്യാദ. ഇവിടെ ഞാൻ വരാൻ നേരത്ത് ആരെയും കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് ആരെയും വിളിക്കാനും പറ്റിയില്ല, മുട്ടാനും തോന്നിയില്ല. അതുപോലെ നിന്റെ ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് ഭർത്താവ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുട്ടിയിട്ടും വിളിച്ചിട്ടൊക്കെ വന്നാ പോരെ? ഇവിടെ കാലിയായി കിടക്കുന്ന മുറിയല്ലേ. നിങ്ങക്ക് എന്താണ് വേണ്ടത്? അയ്യോ ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിന്റെ ജോമെട്രി ബോക്സ് അല്ലേ? അത് ഞാൻ കിട്ടുമ്പോ കൊണ്ട് തന്നോളാം. അയ്യോടി മോളെ, അത് നിനക്കൊരു ബുദ്ധിമുട്ടാണ്. അയ്യോ അതെനിക്ക് ബുദ്ധിമുട്ടാവൂല. ചേച്ചി പ്രതീക്ഷണം പെട്ടെന്ന് വരും. എനിക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അതെന്താ അത്ര പ്രധാനപ്പെട്ട കാര്യം? ചേച്ചി പറയേണ്ട ആവശ്യമില്ല. പറ്റുമെങ്കിൽ ഷെയർ ചെയ്യ്. എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായമൊക്കെ ഞാനും ചെയ്തു തരാം. ചേച്ചി കൊണ്ട് ഒരു സഹായം വേണ്ട. ചേച്ചി ഒന്ന് പോയി തരൂ. അയ്യോ ദേഷ്യപ്പെടാതെടി. ചേച്ചി പോ. പോയേക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.